وسلم. اللهم أوصل اللهم ثواب قراءتنا وبركة دعائنا إلى حضرة من ماتوا منا، لا سيما إلى حضرة من دفنوا في محلتنا يا ذا الجلال والإكرام. اللهم أعذنا وأعذهم من عذاب القبر ومن فتنته يا رب العالمين. اللهم اجعل قبورنا وقبرهم وقبورهم روضات من رياض الجنان، ولا تجعل قبورنا ولا قبورهم حفرات من حفر النيران. اللهم وإلى حضرة من ماتوا من علماء سمست കേരള جمعية العلماء ونفعنا بهم في الدارين. اللهم علي درجاتهم في الجنة. اللهم بارك لنا في كل أمورنا، لا سيما في هذا الأمر، بركة تامة دائما كما باركت وأنعمت على عبادك الصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحانك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ബഹുമാനപ്പെട്ട മഹല്ല് പ്രസിഡന്റ് PMS തങ്ങളവர்கள், അതുപോലെ തന്നെ ഖതീബ് ഫൈസൽ, മറ്റ് സ്റ്റേജിലും സദസ്സിലും വിശിഷ്ടരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, നല്ലവരായ രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെ സന്തോഷമുള്ള ഒരു ദിവസത്തിലാണ് നാം ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുക എന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആഹ്ലാദജനകമായ ഒരു പ്രവൃത്തിയാണ്. ആ സുദിനത്തിലാണ് നാം ഒത്തുകൂടിയിരിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി വ്യത്യസ്തങ്ങളായ പരിപാടികളോടുകൂടി വളരെ വിപുലമായി നമ്മുടെ മഹല്ലിൽ നബിദിനം ആഘോഷിച്ചു വരികയാണ്. അതിൻ്റെ സമാപനം കുറിക്കുന്ന ദിവസമാണ് ഇന്ന്. വളരെ സുദീർഘമായ ഒരു സ്വാഗത പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല, എങ്കിലും 1-2 കാര്യങ്ങൾ നിങ്ങളെ ഉണർത്തുക എന്നതാണ് ഇന്നും ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കറിയാം, നമ്മുടെ മഹല്ലിൽ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം വളരെ വിപുലമായി നബിദിന പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. എന്നാൽ ഈ പ്രാവശ്യം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി 3 ദിവസങ്ങളിലായി വിവിധങ്ങളായ പരിപാടികളോടുകൂടി വളരെ വിപുലമായാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് ഇത് വളരെ ഭംഗിയായി ഇത് അവസാനിപ്പിക്കാൻ കഴിയണം. അത് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഇത് പറയുമ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരു വലിയ യുവ സമൂഹം എൻ്റെ മുന്നിലും എൻ്റെ സ്റ്റേജിലുമായി ഇവിടെ ഉണ്ട്. അവരെ ആരോട് എങ്ങനെയാണ് നന്ദിയും കടപ്പാടും അറിയിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. മഹല്ല് കമ്മിറ്റിയുടെ നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ ഞാൻ അവരെ അറിയിക്കുകയാണ്. വ്യാഴാഴ്ച രാത്രി മുതൽ രാവും പകലും ഉറക്കമൊഴിച്ച് ഈ പരിപാടിക്ക് വേണ്ടി പ്രവർത്തിച്ചു. എന്നാൽ അതിനു മുമ്പ് തന്നെ ഓരോ വീടുകളിലും കയറിയിറങ്ങി അവർക്ക് വേണ്ട ലിസ്റ്റുകളും ടോക്കണുകളും എല്ലാം കൊടുക്കുന്നതിനൊക്കെ വളരെയധികം ആത്മാർത്ഥതയോടുകൂടി സഹകരിച്ച നമ്മുടെ മഹല്ലിലെ മുഴുവൻ യുവാക്കൾക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അവരുടെ ജോലികളിലും അവരുടെ കച്ചവടങ്ങളിലും ഒക്കെ അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യുക.
നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംഘടിപ്പിച്ച പരിപാടികൾക്ക് വ്യത്യസ്തമായി ഇന്ന് ആ ഈ സമാപന ദിവസം നാളെ സ്കൂളിലുള്ള ദിവസം ആയതുകൊണ്ട് തന്നെ വളരെ നേരത്തെ നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കണം എന്ന് കമ്മിറ്റി അവരോട് പറയുകയും ഉസ്താദുമാരും യുവാക്കളും അതിനനുസരിച്ചുള്ള പ്രോഗ്രാമുകൾ തയ്യാറാക്കിയാണ് ഇവിടെ ഈ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് സമയബന്ധിതമായി ഈ പരിപാടി അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്കറിയാം, നമ്മളിങ്ങനെയൊക്കെ സന്തോഷിക്കുന്ന സമയത്തും വളരെ പ്രയാസപ്പെടുന്ന ഒരു സമൂഹം നമ്മുടെ ഫലസ്തീനിലെ മുസ്ലിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫലസ്തീനിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച ആഹാരത്തോടെ നമ്മൾ നബിദിനം കൊണ്ടാടുമ്പോൾ പട്ടിണി കിടന്ന് പട്ടിണി പാവങ്ങളായി ശരിക്കും ഒരു പട്ടിണി കോലങ്ങളായി അവിടെ കഴിയുന്ന ഒരു ജനവിഭാഗത്തെ ഓർക്കാതെ ഒരു റബീഉൽ അവ്വലും അല്ലെങ്കിൽ ഒരു ദിവസവും നമ്മൾ കടന്നു പോകാൻ പാടില്ല. അവരുടെ അള്ളാഹു അവർക്ക് ഇസ്സത്ത് പ്രദാനം ചെയ്യട്ടെ. അവരോട് അവരെ എതിർക്കുന്ന ശക്തികളെ, സയനിസ്റ്റ് ശക്തികളെ അള്ളാഹു നശിപ്പിക്കട്ടെ എന്ന് തന്നെ പറയാം. അവർക്കല്ലെങ്കിൽ അള്ളാഹു ഹിദായത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മളുടെ സഹോദരങ്ങളുടെ ജീവൻ കൊണ്ടാണ് അവർ പന്താടുന്നത്. അത് സ്മരിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് നമ്മളുടെ ഇന്ത്യയിലാണെങ്കിലും നമ്മൾ പല വിധത്തിൽ നമ്മളുടെ മസ്ജിദുകളാണെങ്കിലും പള്ളികൾ മദ്രസകളാണെങ്കിലും ഒക്കെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതൊന്നും കണ്ടില്ലെന്ന് നടിക്കാൻ നമുക്കാവില്ല. എന്നിരുന്നാലും നമുക്ക് പ്രാർത്ഥന അതാണ് അതിനുള്ള നമ്മൾക്ക് നമ്മളെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ സ്ഥാപനങ്ങളും നമ്മളുടെ ആളുകൾക്കൊക്കെ വേണ്ടി നാം പ്രാർത്ഥിക്കുക. നിത്യവും നമ്മുടെ മനസ്സിൽ പ്രാർത്ഥന ഉണ്ടാകണം എന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇവിടെ വിവിധ കലാപരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മദ്രസയിലും സ്കൂളുകളിലുമൊക്കെ പഠിച്ച നല്ല മാർക്ക് വാങ്ങിയ കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങ് കൂടി ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. മദ്രസയിൽ നമ്മൾ ടോപ്പ് പ്ലസ് വാങ്ങിയ കുട്ടികളെ 5, 7, 10 ക്ലാസ്സുകളിലെ ടോപ്പ് പ്ലസ് വാങ്ങിയ കുട്ടികളെ റിസൾട്ട് അറിഞ്ഞ ഉടനെ തന്നെ അവരുടെ വീടുകളിൽ പോയി അവരെ നാം ആദരിച്ചിരുന്നു. അതിനു പുറമെ ഇന്ന് SSLC +2 നീറ്റ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ കൂടി നമുക്ക് ആദരിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഇവിടെ SSLC +2 നീറ്റ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾ ഒന്ന് റന ഫാത്തിമ ടി, മുഹമ്മദ് അനാൻ, റിയ മെഹർ, ഫാത്തിമ ഫർഹ, മുഹമ്മദ് ഹാഫിസ്, ഹിന ഫാത്തിമ. ഈ കുട്ടികൾ SSLCയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ വാങ്ങിയ കുട്ടികളാണ്. അതുപോലെ തന്നെ +2 മെഹബിൻ ഷെറിൻ ടി, ഈ കുട്ടി +2 മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയതാണ്. അതുപോലെ തന്നെ നീറ്റ് പരീക്ഷയിൽ ജുംന, നദ, ജാസ്മിൻ ഈ 2 കുട്ടികളും നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ആളുകളാണ്. ഈ കുട്ടികളെ നമുക്ക് ആദരിക്കേണ്ടതുണ്ട്. അവർക്ക് ഉള്ള മൂമെൻറ്റോയും അതുപോലെ തന്നെ ക്യാഷ് അവാർഡും അധികം ദിവസം നീളാതെ തന്നെ അവരുടെ വീടുകളിൽ ചെന്ന് നമ്മൾ ആദരിക്കുന്നതായിരിക്കും. അത് ഇവിടെ വെച്ച് അവരുടെ പേരുകൾ അനൗൺസ് ചെയ്യുകയാണ്. അവരുടെ വീടുകളിൽ പോയി നമ്മൾ അവർക്ക് അധികം ദിവസം നീളാതെ തന്നെ മൊമെൻറ്റോയും ക്യാഷ് അവാർഡുകളും നൽകുന്നതായിരിക്കും. കൂടുതൽ ദീർഘിപ്പിച്ച് പ്രസംഗിക്കുന്നില്ല. ഇവിടെ കൂടിയ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്നിലെ കർത്തവ്യം. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് PM തങ്ങളാണ്. വളരെ ബഹുമാന പുരസ്സരം ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ മഹല്ല് ഖത്തീബ് നദീർ ഫൈസി അവர்களാണ്. വളരെ സ്നേഹത്തോടെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ ഗാനം ആലപിക്കുന്നത് മിർഷാദൻ പാർട്ടിയാണ്. അവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പരിപാടി നമ്മുടെ സ്റ്റേജിൽ ഉപവിഷ്ടരായ നമ്മുടെ യുവാക്കളെ നമ്മൾ ഒന്നുകൂടി എനിക്ക് പറഞ്ഞാൽ അത്രയും മതി വരാത്തത്
നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രാവശ്യം മറ്റൊരു സൗഭാഗ്യം കൂടി നമുക്ക് കിട്ടിയിരിക്കുന്നു. പിന്നെ ഗൾഫിലുള്ള പല യുവാക്കളും ഇവിടെ നാട്ടിലുണ്ടായതുകൊണ്ട് നമുക്ക് വളരെ മഹല്ല് കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം നബിദിനം പിന്നെ പരിപാടിക്ക് വേണ്ടി യാതൊരു പ്രയാസവും ബുദ്ധിമുട്ടും വന്നിട്ടില്ല. മുഴുവൻ കാര്യങ്ങളും അവർ ചെയ്തു എന്നുള്ള ചാരിതാർത്ഥ്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിലുള്ള ഒരുപാട് പ്രവർത്തകർ വിദേശത്ത് നിന്ന് ഇവിടെ ഈ നബിദിന പരിപാടിയിൽ പങ്കെടുക്കുന്നതിലൂടെ എത്തിയിട്ടുണ്ട്. ഞാൻ കൂടുതൽ എല്ലാവരുടെയും പേര് പറഞ്ഞാൽ പിന്നെ ഒരാളെ പേര് വിട്ടുപോയാൽ അത് അനൗചിത്യമാകും എന്നുള്ളതുകൊണ്ട് തന്നെ ഹനീഫ, മുഹമ്മദ് അലി തുടങ്ങി ഒരുപാട് ആളുകൾ ഇതിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മറ്റ് യുവാക്കൾ ഓരോരുത്തരും പേര് ഞാൻ പറയാത്തത് ആരെങ്കിലും പേര് വിട്ടുപോകും എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഇതിൽ പങ്കെടുത്ത യുവാക്കളുടെ പേരുകളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവരെയൊക്കെ ഈ പരിപാടിയിലേക്ക് ആർദ്രവുമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പരിപാടി വളരെ ഭംഗിയായി അവതരിപ്പിക്കാൻ ഇവിടെ രാവും പകലും പണിയെടുത്ത നമ്മുടെ ഉസ്താദുമാരൻ, അവരെയും എത്രയും അഭിനന്ദിച്ചാലും മതിവരില്ല. അവരുടെ പ്രവർത്തനം എന്തുകൊണ്ടും ശ്ലാഘനീയമാണ്. അവരെയും ഓരോരുത്തരെയും പേര് പറയുന്നില്ല. അവരെല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇവിടെ വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ ഈ പരിപാടി കാണാനും ആസ്വദിക്കാനും എത്തിയിട്ടുള്ള രക്ഷിതാക്കൾ, മറ്റ് ഇതര മഹല്ലുകളിൽ നിന്ന് വന്ന ആളുകൾ, എല്ലാ ആളുകളെയും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ആർദ്രവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ മഹല്ല് പ്രസിഡന്റ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, നമ്മളെല്ലാ വർഷവും പിന്നെ ഇവിടെ നമ്മളുടെ മഹല്ല് കാരണവരായിരുന്ന ഈ മഹലിൻ്റെ എല്ലാമായിരുന്ന കുഞ്ഞബ്ദുൽ മുസ്ലിയാർ, അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കായി എല്ലാ വർഷവും ഇവിടെ ഉന്നത വിജയം നേടുന്ന കുട്ടികൾക്ക് പിന്നെ സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. ഈ വർഷവും അത് നൽകുന്നുണ്ട്. അവരെ ആ പരിപാടിയുടെ നടക്കും. അവരെയും ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നിങ്ങൾ സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ പരിപാടി വളരെ ഭംഗിയായി നടന്നു വരികയാണ്. ഇനിയും അത് കുറച്ചുകൂടി പൂർത്തിയാകാനുണ്ട്. ആരെങ്കിലും നമ്മുടെ പിന്നെ ഈ പരിപാടിയിലേക്ക് സംഭാവന തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സംഭാവന വീടുകളിൽ വന്നപ്പോൾ കാണാത്തതോ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിട്ടില്ലെങ്കിലും അതിലെത്തിക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ അവരുടെ പിന്നെ സംഭാവനകൾ നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾ നമ്മൾ ഇതിന് പ്രത്യേകമായി രൂപീകരിച്ച യുവാക്കളുടെ കമ്മിറ്റിയുടെ അവരെ ഏൽപ്പിച്ച് അത് നിർവഹിക്കണം എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാ ആളുകളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങളവരെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വാഗതഗാനം ആരംഭിക്കുന്നതിന് വേണ്ടി